മദ്രസ കഴിഞ്ഞ് വന്ന് സലാം പറഞ്ഞ് വീട്ടിൽ കയറി വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ടാറ്റ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നമ്മുടെ മക്കൾ പോകുന്ന കാഴ്ചകൾ കാണാൻ നമുക്കേറെ സന്തോഷമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരാരും തന്നെ ഈ വീഡിയോ തട്ടി മാറ്റരുത് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് 11-ാം തീയതി ഇന്ന് ചെന്നൈയിലാണുള്ളത്. അനീസ്മോന്റെ ട്രീറ്റ്മെന്റുമായിട്ടും ബന്ധപ്പെട്ട് വന്നതാണ്. ടെസ്റ്റും അതുപോലെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗപ്പൂരിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുവേണ്ടി വന്നതാണ്. എല്ലാവരും ദുആ ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, ഇന്നലെ അനീസ്മോൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്ത് വീഡിയോ അനീസ്? സഹായിക്കണം. കൊടക് ജില്ലയിലെ ഞങ്ങളെ താമസിക്കുന്ന നാട്ടിലുള്ള കുശാൽ നഗർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നൂറെ മദീന ഹിഫ്ദുൽ ഖുർആൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തോടൊപ്പം ഖുർആൻ മനഃപ്പാഠമാക്കുന്ന 22ഓളം വളരെ നിർദ്ധരായ തികച്ചും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഞങ്ങൾ വാടക വീട്ടിലുണ്ടാകുന്ന സമയത്ത്, ഇപ്പോഴും വാടക വീട്ടിലാണ് ഉണ്ടാകുന്ന സമയത്ത്, അത് ഒരേ ഫ്ലാറ്റിൽ ഒരേ ബിൽഡിങ്ങിൽ അയൽവാസികളായിട്ട് നിന്നതാണ് സ്ഥാപനവും ഞങ്ങളും. അന്ന് അനീസ്മോൻ ചെറുപ്പത്ത് ആ മക്കൾ ഓതുന്ന ഖുർആനുകൾ അല്ലെ, പാട്ടുകൾ, ഇതൊക്കെ കേട്ട ആളാണ്. പ്രിയപ്പെട്ടവരെ, അനീസ്മോനെ കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യിക്കാനുള്ള ഉദ്ദേശം, അവനക്ക് ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോഴും വേദനയുണ്ട്. എന്നിട്ടും ആ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്. എന്താ കാരണം എന്ന് ഞാൻ അനീസ്മോനോട് പറയാം. എന്നും രാവിലെ അനീസ്മോനെ എണീച്ചാൽ എന്നോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താ അനീസ്? എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് മദ്രസ പോകണം, എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം ജാവുപ്പ എന്നെന്നും എൻ്റെ മോൻ എന്നോട് പറയാണ്. എൻ്റെ മോൻ്റെ ആ ഒരു ആഗ്രഹം ഏതൊരു പിതാവിനും മാതാവിനുള്ള ആഗ്രഹമാണ്. നമ്മുടെ മക്കൾ സുബഹിക്ക് എണീച്ച് മദ്രസ പോകുമ്പോൾ മദ്രസ കഴിഞ്ഞ് വന്ന് സലാം പറഞ്ഞ് വീട്ടിൽ കയറി വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ടാറ്റ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നമ്മുടെ മക്കൾ പോകുന്ന കാഴ്ചകൾ കാണാൻ നമുക്കേറെ സന്തോഷമാണ്. എൻ്റെ മോന് 8 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ ഒറ്റ ദിവസമാണ് പോയത് അല്ലെ. മദ്രസയിലേക്ക് ഒറ്റ ദിവസമാണ് എൻ്റെ മോന് പോയത്. അപ്പോൾ ആ ഒരു നീയത്ത് കൊണ്ട്, വേറൊരു നീയത്തില്ല. ആ സ്ഥാപനത്തിന് നിങ്ങൾ അവിടെയുള്ള നിർദ്ധരായ വളരെ പാവപ്പെട്ട മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, ഈ മോന്റെ വാക്കുകൊണ്ട് അൽഹംദുലില്ലാ 1 ലക്ഷം രൂപയോളം ഇന്നലെ വീഡിയോ ഇട്ട് ഈ സമയം വരെ ആ സ്ഥാപനത്തിന് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് അല്ലെ അനീസോ? ആ മക്കള് നിങ്ങൾ അനീസ്മോന്റെ മുഖം കണ്ടിട്ട് അല്ലെങ്കിൽ അനീസ്മോൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിന് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമാണ്. ആ മക്കളുടെ ദുആ കൊണ്ട്, നിഷ്കളങ്കരായ നമ്മുടെ വീട്ടിലുള്ള മക്കളെ പോലെയല്ല സ്ഥാപനത്തിലുള്ള മക്കള്. അവരെന്നും തഹജ്ജുദിന് എണീക്കും, 4-4:30 മണിയാകുമ്പോൾ എണീക്കും, തഹജ്ജുദ് നിസ്കരിക്കും, കൃത്യമായ എല്ലാ കാര്യം. ഒരു തെറ്റ് ചെയ്യാൻ പോലും അവർക്ക് അവസരം കിട്ടാത്ത മക്കളാ. ആ മക്കൾ എന്നും അനീസ്മോനെ ഓർക്കും, ദുആ ചെയ്യും എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ആ സ്ഥാപനം വലിയ പ്രയാസത്തിലാണ്. 10-30 ലക്ഷം രൂപയോളം കടത്തിലാണുള്ളത്. ഒരു ദിവസം ഒരു കുട്ടിക്ക് 180 രൂപ ഭക്ഷണത്തിനാവും. നല്ല ഭക്ഷണമാണെങ്കിൽ 200 രൂപയാവും. ഒരു നല്ല ബിരിയാണിക്ക് 200 രൂപയാവും. പ്രിയപ്പെട്ടവരെ, എനിക്ക് അതിൽ നിന്ന് യാതൊരു കാര്യനേട്ടത്തിനോ ലാഭത്തിനോ ഒന്നുമല്ല. ബാഡ് കമന്റ് ഒന്നും ഇടരുത്. പിരിവ് എന്നല്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന, നമ്മൾ എത്രയോ പണങ്ങൾ എന്തിനൊക്കെ ചെലവാക്കുന്നു. നിങ്ങൾ ഒരു 200 രൂപ ഒരു നേരത്തെ ഭക്ഷണം, ഒരു ദിവസത്തിന്റെ ഭക്ഷണം ഒരു കുട്ടിക്ക് നിങ്ങൾ നൽകിയാൽ എൻ്റെ അനീസ്മോനിക്ക് ആ മക്കൾ ദുആ ചെയ്യും. നിങ്ങൾ നൽകിയില്ലെങ്കിലും ദുആ ചെയ്യും. പക്ഷെ ആ സ്വതക്കക്ക് വലിയ പവറാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഈ മക്കൾക്ക് വേണ്ടി, ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം. ആ സഹായത്തിന്റെ ഫലമായി എത്രയും പെട്ടെന്ന് അനീസ്മോന്റെ ആഗ്രഹം പോലെ എന്താവണം? മദ്രസ സ്കൂളിലേക്ക് പോകണം. അതും എൻ്റെ മോന്റെ സ്വപ്നാണ്. ഞാൻ വെറുതെ പറയാനോ? എല്ലാ ദിവസവും രാവിലെ എണിച്ചിട്ട് എൻ്റെ ഇക്കാക്കന്മാർ മദ്രസ പോകുമ്പോൾ ഞാൻ പോണ്ടേ ഉപ്പ എന്ന് പറയും. എനിക്ക് അയക്കാൻ പറ്റാത്തതിന്റെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് എത്രയും പെട്ടെന്ന് സാധിക്കണം. എൻ്റെ മോൻ എത്രയും പെട്ടെന്ന് പഠിക്കണം, നല്ല സ്കൂളിലേക്ക് പോകണം, നല്ല വിദ്യാഭ്യാസം നേടണം. ഇൻഷാ അല്ലാഹ് സമൂഹത്തിന് ഉപകരിക്കുന്ന മോനായിട്ട് വളർത്തും. അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ അല്ലെ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർത്ത് പിടിക്കൂല അനീസെ. ജാവുപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഒരുപാട് പ്രവർത്തനം എൻ്റെ മോന്
വിദ്യാഭ്യാസം നേടിയിട്ട് ഈ നാട്ടില് സമൂഹത്തിന് ആളുകൾക്ക് ഉപകരിക്കുന്ന മോനാണോ മോനെ? ഒരുപാട് ആളുകൾ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നാളെ നിന്നെ കൊണ്ട് ഈ നാടിന്, ഈ രാജ്യത്തിന് ഉപകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ മോന് വലുതായിട്ട് ചെയ്യണം. സ്വാർത്ഥമായ താല്പര്യങ്ങളൊന്നും നമ്മൾ വെക്കാതെ അതിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പൊന്നുമോനെ നിങ്ങൾ ചേർത്ത് പിടിച്ച ആളാണ്. ഈ പുഞ്ചിരി സമ്മാനിച്ചത് നിങ്ങളാ. ഈ എത്ര 3 മാസം നിരന്തരമായി കണ്ണീരിൽ കഴിഞ്ഞിരുന്ന എൻ്റെ പൊന്നുമോൻ അല്ലെ, എന്നും വേദനയിലല്ല ഉണ്ടായത്, ഇന്നും വേദനയുണ്ട്. ആ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇത്രയും വീഡിയോ ഇട്ടപ്പോ ഉസ്താദ് പിരിവ് നടത്താണ്, അനീസ്മോനെ വെച്ചിട്ട് പിരിവ്, ഇതൊക്കെ പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളായി എൻ്റെ മോൻക്ക് ഒരു ഗുണം കിട്ടട്ടെ എന്ന് ചിന്തിച്ചിട്ട് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കട്ടെ. മറ്റുള്ളവർ ബാഡ് പറയുന്നതല്ലല്ലോ, നന്മകൾ ചെയ്യുന്നതിന് ഒരിക്കലും തടസ്സമാകരുത്. നന്മകൾ ചെയ്യാൻ പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു എന്താക്കട്ടെ, തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.